ഒരു നിമിഷം കൂടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേശ്വരികൾ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. I welcome you all in the matchless name of Jesus. അറിയാം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രിയ മോഹൻ ബ്രദർ ഞങ്ങളെല്ലാം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം സംസാരിച്ചൊരു കാര്യം പറഞ്ഞ് ഞാൻ ദൂതിലോട്ട് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. I'll move on to the message after mentioning something Pastor and Mobin brother were discussing the other day. സ്തോത്രം. നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്കൊരു വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി കാർഡ് അവർ തരാറുണ്ട്. When we purchase an electronic product, we also get a warranty card along with that. ഇല്ലേ? സ്തോത്രം. ആ കമ്പനിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. സ്തോത്രം. ഈ വില കൊടുത്ത് വാങ്ങിച്ചതാണ്, ഇതെന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും വന്നാൽ ഒന്ന് റിപ്പയർ ചെയ്യും അല്ലെ റീപ്ലേസ് ചെയ്യും. The company has a credibility, and out of their reputation, out of their credibility, they guarantee us that if this product get damaged, we will either replace it or repair it for you. Praise the Lord. ഏത് കമ്പനിയും അത് നൽകി തരുവാനിടയായി തീരും. Any company will do that. പക്ഷെ അവർക്കൊരു സമയപരിധിയുണ്ട്. But they have a limited time for that warranty. 3 വർഷം 2 വർഷം കാശ് കൊടുക്കാമെങ്കിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി ഉണ്ട്. 10 വർഷത്തിനകത്ത് എന്ത് സംഭവിച്ചാലും ഒന്ന് റിപ്പയർ ചെയ്യും അല്ലെങ്കിൽ replace ചെയ്യും. The warranty may be limited to a year or 2 or 5, or with extended guarantee maybe 10 years, but they guarantee for the limited time that either they will repair or replace it. maximum നോക്കും റിപ്പയർ ചെയ്യാനായിട്ട്. They will try their best to repair it. ഇല്ലെങ്കിൽ പുതിയ നൽകി തന്നിരിക്കും. Otherwise they will replace it with a new one. കമ്പനിയുടെ ഒരു നിയമമാണ്, ഒരു രീതിയാണ്. That is the policy of the company. Praise the Lord. Hallelujah. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗ്യാരണ്ടി വാറണ്ടി ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. But the warranty and the guarantee that we have been received from God is a lifetime guarantee. Praise the Lord. Hallelujah. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. And God promised us that He will be there with us all the days of our life towards the end of the world. അപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികൾ, തകർച്ചകൾ, ഉടച്ചിലുകൾ സംഭവിക്കുമ്പോൾ ഉടയവന്റെ ഇടക്കലോട്ട് ധൈര്യത്തോടെ കടന്നു ചെല്ലണം. And when we go through troubles, when we go through problems which break us, with that broken heart let us go to the one who is able to break and rebuild. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗ്യാരണ്ടിയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. The guarantee and the warranty that we have received is the word of God. ധൈര്യത്തോടെ ഈ വചനം പറഞ്ഞ് ദൈവസന്നിധിയിലോട്ട് കടന്നു ചെല്ലണം. Let us go to the presence of God by declaring this word of God. 100% ഉറപ്പാണ്, ഒന്ന് റിപ്പയർ ചെയ്യും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും. I'm 100% certain that either He will repair it or He will replace it. നമുക്ക് വെച്ചിരിക്കുന്ന സമയപരിധിക്കകത്ത് എന്തു വിഷയം കടന്നു വന്നാലും തിരുവെഴുത്ത് പറയുന്നു, നമ്മുടെ നന്മയുടെ ഉത്തരവാദി നമ്മുടെ ദൈവമാണ്. Within the time that God has given us, whatever may happen, whatever brokenness comes into our life, but He has assured us that He will repair it, and He is the author of all the goodness in our life. ഇന്ന് പകലിൽ ആ ഒരു വിഷയമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. And today morning I would like to share the message from this. Repair or replace. Repair or replace. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Let's all pray together. പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണം. Let the Holy Spirit work among us. നമ്മൾ സൗമ്യതയോടെ വചനം കൈക്കൊള്ളുവാൻ തയ്യാറായാൽ ഈ വചന കേൾവി തന്നെ നമ്മളെ നന്നാക്കി പണിതെടുക്കുവാനായിട്ട് ഇടയായി തീരും. If we submit ourselves before the word of God and with humbleness, if we accept this word, the word of God itself will come and repair us. Jeremiah chapter 18 അതിന്റെ 6ാമത്തെ വാക്യം, verse 6. സോറി 3 മുതൽ വായിച്ചോ. Let's read from 3 onwards. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. The pot he was shaping from the clay was marred in his hands, so the potter formed it into another pot, shaping it as seemed best to him. നമുക്കെല്ലാം ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ള ദൈവമക്കളാണ്. We all have many ambitions, desire and aspirations in life. നാം പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ, ഉടച്ചിലുകൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. But at times there are things that comes into our life unexpectedly.
ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ശാരീരികമായി, ഇമോഷണലൊക്കെ നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒടയാറുണ്ട്, തകരാറുണ്ട്. There are times in our life, in our spiritual life, in our relationships, in all aspects of life, there are things that get marred or destroyed or broken in our life. പക്ഷേ ഇന്ന് പകൽക്കാൻ തിരിച്ചറിയണം, ഉടഞ്ഞാലും തകർന്നാലും താങ്ങുന്ന ഒരു കരമുണ്ട്. ആ കരത്തിനകത്താണ് ഇന്ന് പകൽ നമ്മളായിരിക്കുന്നത്. But we should realize this today morning, that even though we are marred or we are destroyed, there is someone who is holding us in his hand, who will not allow us to be crushed. ഒടഞ്ഞാലും തകർന്നാലും നീ ഏത് കരത്തിലുണ്ട്? ദൈവ കരത്തിലുള്ളിടത്തോളം കാലം സാധ്യതയുണ്ട് നിന്നെ പണിതെടുക്കാൻ, നിന്നെ നന്നാക്കി എടുക്കാൻ, നിന്നെ വീണ്ടും ഹല്ലേലൂയ ദൈവ പദ്ധതിയിലോട്ട് മടക്കി വരുത്താൻ ഈ കരത്തിന് ശക്തിയുണ്ടെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. We should realize that even when we are broken, we are marred, if we are remaining in the hands of God, the God who can reshape us and rebuild and repurpose us, then he will rebuild us. We should be assured of that. മൂന്നാല് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. I'd like to point out 3-4 things and move forward. ഒന്ന് കുടുംബത്തിൽ തകർച്ചകൾ പിശാച് കൊണ്ടിടും. There are brokenness in the family that Satan will bring at times. കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബം, കുടുംബ ജീവിതം, അപ്പൻ മക്കൾ ബന്ധം, ഇവയ്ക്കകത്തൊക്കെ വിള്ളലുകൾ, തകർച്ചകൾ പിശാച് കൊണ്ടിടാനായിട്ട് ശ്രമിക്കും. When we mention about family, it's a family, it's a relationship within the family, relationship between father and children, mother and children, or among all those things, Satan will bring gaps and brokenness. പ്രിയരെ, നമ്മൾ ദൈവമക്കളാണ്, ദൈവസന്നിധിയിലാണ്, ദൈവകൃപയിലാണെന്നൊക്കെ പറഞ്ഞാലും നാം പ്രതീക്ഷിക്കാത്ത, തിരിച്ചറിയാത്ത പല മേഖലകൾ ഉടച്ചിലുകൾ സംഭവിക്കുമ്പോൾ ഒരു കാര്യം വളരെ സ്നേഹത്തോടെ ഓർപ്പിച്ചിട്ട്, തകർന്നു പോകരുത്. അവിടം കൊണ്ട് അവസാനിക്കുകയല്ല, അതിനെ പണിതെടുക്കാൻ അധികാരമുള്ള ഒരു കരമുണ്ടെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. My dear children, if you although we say that we are children of God and we believe in God and we have faith in God, when things turn downside in our life, when things go haywire in our life, then we face brokenness in our life, we should not be discouraged. We should have faith in the God that we are remaining in the hands of God who can rebuild us. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയത, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്പിരിച്വാലിറ്റി നമ്മുടെ ഫാമിലി ലൈഫിനകത്ത് വെളിപ്പെട്ട് വരണം. We should have that spirituality and that joy in Christ that should reflect in our family life, that according to what God desires from us, that should be reflecting in our life. നമ്മൾ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ലെന്നല്ലയോ. പക്ഷെങ്കിൽ ഹല്ലേലൂയ, വിള്ളലുകൾ, തകർച്ചകൾ, ഉടച്ചിലുകൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ട്, കഴിവ് കൊണ്ട്, നമ്മുടേതായ എക്സ്പീരിയൻസ് കൊണ്ട് അതിനെ പരിഹരിക്കാൻ പോകരുത്. നന്നായി റിപ്പയർ ചെയ്യാൻ കഴിയുന്ന ദൈവ കരത്തിൽ നിന്റെ ഈ വിഷയത്തെ വിട്ടുകൊടുക്കണം. When problems comes in our life and it gets resolved, we are like, we are fine, it's okay, now there is no problem. But when there is a brokenness that happened in our life, then we should not try to repair it by ourselves. We should leave it to the one who created it. We should leave it to the repairer who can restore it to its fullness. നമുക്കറിയാം രൂത്തിന്റെ നവോമിയുടെ ഒക്കെ ജീവിതം നമുക്കറിയാമല്ലോ. We know the life of Ruth and Naomi. രൂത്തിന്റെ പുസ്തകം 1, 2, 3, 4 അധ്യായങ്ങൾ വായിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞെങ്കിൽ പോകുവാൻ ആഗ്രഹിക്കുകയാണ്. I'll just like to mention from the Ruth chapter 1, 2 and 3. ഒരു ക്ഷാമം ബേത്ലഹേമിൽ വന്നപ്പോൾ അത് പരിഹരിക്കപ്പെടാനായിട്ടാണ് മോവാബ് ദേശത്തോട് അവർ കടന്നുപോയത്. When there is a lack, when there's a famine in Israel that happened, they went away from Israel to resolve that problem. അവരുടെ ജീവിതത്തിൽ വന്ന കുടുംബത്തിനകത്ത് വന്ന തകർച്ചകൾ, ഭർത്താവ് നഷ്ടപ്പെട്ടു, തലമുറകൾ നഷ്ടപ്പെട്ട ഒരു വലിയ തകർച്ചയിലൂടെ ആ കുടുംബം കടന്നുപോയി. There were brokenness in their family, there were huge loss in the family. She lost her husband,
Naomi lost a son. So there are problems that they faced, and they had to go through a lot of troubles. ഈ വിധത്തിലുള്ള തകർച്ചകൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അതിന്റെ അകത്തുനിന്ന് എഴുന്നേൽപ്പ്, ഇനിയൊരു സന്തോഷം സമാധാനം പ്രതീക്ഷിക്കുക വേണ്ട. അതുകൊണ്ട് ആ ജീവിതം അവസാനിക്കുകയാണ്. നവോമി പറയുന്നുണ്ട്, എന്നെ ഇനി കയ്പെന്ന് വിളിച്ചാൽ മതി, യഹോവ പോലും എനിക്ക് ദോഷമായാണ് ചെയ്തത്. When such things happen in our life, it is almost impossible to resurrect from that, come out of it. So Naomi says that, call me bitterness, even God has become unfavorable in my life. അമിശ്രപ്രസംഗിൽ ആ വലിയ തകർച്ച ഉള്ളപ്പോൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം ആ നവോമിയെ മടക്കി കൊണ്ടുവരുന്നത്. Even when she had gone through such huge troubles and destructions and brokenness in her life, see how miraculously God has restored her and made her life beautiful. അവൻ ജീവിതകാലം മുഴുവൻ ഇനി ദുഃഖിച്ച് നിരാശപ്പെട്ട് കഴിയുമെന്ന് വിധി എഴുതിയെങ്കിലും അത്ഭുതകരമായ നിലയിൽ ആ ഓട്ടഞ്ഞ തകരുന്ന ആ കുടുംബത്തെ, ആ കുടുംബ ജീവിതത്തെ മറ്റൊരു നിലയിലൂടെ പരിശുദ്ധാത്മ പണിതെടുക്കുകയായിരുന്നു. She thought her family is ruined forever and she will be living in grief for her entire life. But you see, God is restoring her family. God is nourishing her family and bringing it up. അവൻ ദൈവത്തിന്റെ പൈതലേ, അവൻ കുടുംബ ജീവിതത്തിന് വേണ്ടി ശക്തമായ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. My dear children of God, you should pray earnestly for your family life. ഏത് തകർച്ചകളെ പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. God is faithful to restore any brokenness in your life. കുടുംബത്തിനകത്ത് സാമ്പത്തിക തകർച്ചയുണ്ടോ, അവൻ നന്നായി ചെയ്യാൻ കഴിയുന്ന ദൈവകരങ്ങളിലേക്ക് ആ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അത് പണിതെടുക്കുവാനായിട്ട് ഇടയായിത്തീരും. If you have brokenness in your financial matters, leave it to God who is able to restore, and He will do it for you. അവൻ മക്കളുമായി തമ്മിൽ, അവൻ മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അവൻ നിങ്ങളത് ഹല്ലേലൂയ അതിനകത്ത് കണ്ടിന്യൂ ചെയ്യരുത്. മുട്ടുമടങ്ങുന്ന കർത്താവ്, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമാധാനം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സന്തോഷം ജീവിതത്തിൽ മടങ്ങി വരണ കർത്താവ് എന്റെ ഭവനത്തെ നന്നായി പണിയുമാറാകണമേ. When you have problems with parents and children, between parents and children, do not sit on it, do not let it slide. I earnestly encourage you to leave it to God who will restore it. Leave it to God who will rebuild your relationships, and He will give you. Pray that, God, give me that peace, give me that joy according to your will, in that fullness, give me that. And if you surrender before God, He will restore and revive your relationship. ഭാര്യയും ഭർത്താവും തമ്മിൽ അടുക്കുവാൻ, മാനസികമായി അടുക്കുവാൻ, സ്നേഹിപ്പാൻ കഴിയാതെ എവിടെയെങ്കിലും വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിൽ നിന്ന് പറയട്ടെ, റിപ്പയർ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു കർത്താവുണ്ടെന്ന് ധൈര്യത്തോടെ കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അത്ഭുതകരമായ നിലയിൽ ആ വിടവടച്ച് ആ തകർച്ച അടച്ച് പണിതെടുക്കുവാൻ ദൈവത്തിന്റെ കരം വിശ്വസ്തമാണ്. If the husband and wife are having brokenness, there is a problem in the relationship, there is a huge gap, they think that cannot be filled, it cannot be restored. But I encourage you, leave it to God, and He will be able to restore and rebuild your relationship. ദൈവം ആഗ്രഹിക്കുന്ന സന്തോഷം ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. We need to have that joy that God desires in our life. സമാധാനം ഭവനത്തിനകത്ത് കടന്നു വരട്ടെ. We need to have that peace. Let that peace according to God, let it fill our lives. പല പേരൻസ് തലമുറകളെ ഓർത്ത് കരയാറുണ്ട്. There are many parents who cry about their generation. ഓർപ്പിച്ചതുപോലെ ഭയമാണ്, അനുസരിക്കുമോ, ഞാൻ പറയുന്നതുപോലെ കേൾക്കുമോ, ഇവർ വലുതാകുമ്പോൾ അവൻ ഞങ്ങൾക്ക് കീഴ്പ്പെടുമോ അറിയത്തില്ല. ഇപ്പോഴേ തലമുറകളെ ഓർത്ത് ഭയവും ഭീതിയുള്ളവരുണ്ട്. Some of them are scared even now. How these children, when they grow up, will they listen to me, will they obey me, and will they be surrendering themselves before God? അവൻ ഈ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമുക്ക് ലഭിച്ച ഗ്യാരണ്ടി വാരണ്ടി ഈ കാർഡുമായിട്ട് ദൈവത്തിന് മുൻപാകെ കടന്നു ചെന്ന്, കർത്താവ് ഞാൻ നിന്റെ വകയാണ്, ഞാൻ നിന്റെ മക്കളാണ്, കർത്താവ് ഈ പ്രതിസന്ധി ഇത് കണ്ടിന്യൂ ചെയ്യരുത്, ഇത് പണിയപ്പെടുമാറാകണം. കുടുംബത്തിനകത്ത് ബന്ധങ്ങളിനകത്തുള്ള സകല ഏറ്റക്കുറച്ചിലുകളും പണിയപ്പെടുവാൻ ഇന്ന് പകലൊക്കെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ആമേൻ.
പരിശുദ്ധാത്മാവ് ഭംഗിയായി പണിയുവാനായിട്ടിടയായി തീരും. When we go through such troubles and brokenness and problems in our life, let us take the word of God and let us go to God and pray that, God, you are the restorer, you are the rebuilder. God, I surrender my problems and brokenness in my life, all my fears I surrender before you, and pray that God restore it, and He will be able to rebuild our family life, our relationships, and make it beautiful. മലാക്കി പ്രവചനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. Malachi chapter 4 verse 6, it says that he shall turn the heart of the fathers to the children and the heart of children to their fathers. ഇത് നമുക്ക് നൽകി തന്ന ഒരു ഗ്യാരണ്ടിയാണ്. This is a guarantee that God has given us. തലമുറകൾ അകലുന്നു എന്ന് തോന്നുമ്പോൾ, അനുസരണക്കേട് വന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവർ കീഴടങ്ങുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മുട്ടുമടങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കർത്താവേ, ഹൃദയത്തെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന അന്തരീക്ഷം കാണുമ്പോൾ ശക്തമായി നിലവിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ഹൃദയത്തെ നിരപ്പിക്കണം. When things go, when we have brokenness, when we have separations from parents and children, when we have those problems, we should kneel down before God and pray that, God, whatever forces that are separating us from our children, whatever forces that are leading our children to disobedience, Lord, remove that and restore the relationship. അപ്പോൾ ഫാമിലിക്കകത്ത്, കുടുംബത്തിനകത്ത് മാതാപിതാക്കളും അപ്പനും അമ്മയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. Within the family, we should have a good relationship between father and parents and children. ആരും ഉറങ്ങില്ലേ? ഇന്ന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ മിസ്റ്റർ റിപ്പയർ ആവശ്യമുള്ളവർ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, അല്ലാത്തൊരു ഇത് കേട്ടോണ്ടിരുന്നാൽ മതി. നാളുകളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ട്, ഇപ്പോഴേ അഡ്വാൻസ് തൂത് തരിക, റിപ്പയർ ചെയ്താൽ മതി. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചാട്ടെ, ആ മിസ്റ്റോത്രം നമ്മുടെ തിരുമേശ ഉണ്ടോണ്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുന്നു. അപ്പോൾ ഭവനത്തിനകത്ത്, അതുകൊണ്ട് പേരൻസിനോട് ആരെങ്കിലും പിണങ്ങി ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടണം. If any one of you is having a bitterness towards parent, if you are not in a good relationship with your parent, today you should repent. Praise the Lord. ആമേൻ. സ്തോത്രം. അവരോട് ആമേൻ സ്തോത്രം കയർത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മനസ്സിനെ മുറിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ ഇപ്പോൾ ഹല്ലേലൂയ കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, എല്ലാം ആയി കഴിയുമ്പോൾ ആമേൻ മാതാപിതാക്കൾ പറയുന്ന വാക്കിന് വിലയില്ലാതെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആമേൻ ഇത്രത്തോളം പണിത് ഒരുക്കിയെടുത്ത അപ്പനെ അമ്മയോ വേദനിപ്പിച്ച ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ സകല വിള്ളലുകളും വിടുവുകളും അടയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. If you have spoken anything to your parents in an angry way, with arrogance, with disrespectful way, then you should repent today. The parents you have, they have taken care of you all throughout your life. They are fasting and they are praying for you, and they are earnestly seeking goodness in your life. And to such parents, if you have spoken in an arrogant way, rudely, disrespectful way, then you should repent and pray to God, God, please forgive me and restore the relationship. Praise the Lord. ആമേൻ. സംസാരിക്കുന്നത് ആമേൻ സ്നേഹത്തോടെ സംസാരിക്കണം. You should be speaking to your parents with love. ആമേൻ. കുടുംബ പ്രിയപ്പെട്ടവരെ, ആമേൻ നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും സംസാരിക്കുന്ന രീതി കണ്ട് തലമുറകൾ അകന്നു പോകരുത്. അതുകൊണ്ട് പകലൊക്കെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ആമേൻ മാതാപിതാക്കളും ആമേൻ മക്കളും തമ്മിൽ ഹൃദയം നിരപ്പാകണമെന്ന് വചനത്തിലൂടെ ദൈവാത്മാവ് ഇടപെടുകയാണ്. My dear brothers and sisters, children should not walk away from the relationship looking at how the husband and wife are speaking to each other. So in the relationship, in the family relationship, in the marital relationship, it should be restored so that it will be a role model for the children to imitate. Praise the Lord. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഈ സഹിച്ച് ജീവിക്കരുത് കേട്ടോ. ഒരാളെ കെട്ടി കർത്താവ് കുരിശാദം പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ചുമന്നുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ, പണിയാൻ, നന്നാക്കി എടുക്കാൻ പറ്റുന്നവന്റെ കരത്തിൽ നീ വിട്ടുകൊടുക്കണം. Do not just lead your life by saying that I married this person, now I have to suffer this. Do not lead this life in such a way with murmuring about the life. You should leave it to the one who is able to repair your marital relationship. You should leave it to the one who is able to restore it. Praise the Lord.
അമ്മ ഹസ്ബൻഡും വൈഫും കൂടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അന്ന് വൈകിട്ടിരുന്നു ഒരാൾ പാടും കുരിശെടുത്തൻ യേശുവിനെ. അത് ആ കുരിശല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പ്രിയരെ, ദൈവം ഹല്ലേലൂയ നിനക്ക് നൽകിയതൊക്കെ ഏറ്റവും നല്ലതാണ്. ദൈവം നൽകിയതല്ല ഏറ്റവും. When something happens between husband and wife, then a husband may say something or sing some songs saying that this cross I have to carry all the life, this I have to suffer. But say this, whatever God has given in your life, it is good. It is good. അമ്മേ നല്ല സന്തോഷത്തോടെ കർത്താവ് തന്ന തുണകൾക്ക് നന്ദി പറയാവോ? With all gratitude, with all thankfulness, with all joy, let us thank God for the partner that God has given us. ആകെ 3-5 പേരുടെ കയ്യേ പൊങ്ങിയുള്ളൂ. എന്തായാലും റിപ്പയർ നല്ലതായിട്ട് വേണമെന്നുള്ളത് മനസ്സിലായി. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചാട്ട് അവൻ നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, കുടുംബ ബന്ധം നമ്മൾ തൃപ്തരാണ്. അവൻ ജോലി ചെയ്തുകൊണ്ട് കാശ് കൊടുക്കുന്നുണ്ട്, സഭയിൽ പോകുന്നു, സൺഡേ സ്കൂളിൽ വിടുന്നുണ്ട്. ഇങ്ങനെ ഒരു റോബോട്ട് പോലെ വർക്ക് അതല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മസാന്നിധ്യം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിറവ് ഭവനത്തിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഭവനത്തെ പണിതു തരണമേ. When things are going okay in our life, we are going for a job, we are working, we are getting money, we are sending our children to Sunday school, we are coming to church regularly. When things are happening fine, please do not be satisfied with that. There is a joy that God is expecting to happen in your life. There is a peace that God is expecting to overflow in your life. There is a spiritual level that God has purposed for your life. If that is missing in your life, you should surrender and pray to God that repair my family life and bring it to the fullness according to your will. ആമേൻ. സ്തോത്രം. ആമേൻ. യെശയ്യാ പ്രവചനം 44:3 പറയുന്നു, നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. Isaiah chapter 44 verse 3, it says, I will pour water upon him that is thirsty and the floods upon the I'll pour my spirit upon thy seed and thy blessing upon thy offspring. ഇതെല്ലാം നമുക്കുള്ള വാറന്റി കാർഡ് കേട്ടോ. These are the warranty and guarantee that God has given ഇത് us. പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കണം. We should declare these verses and pray. കർത്താവ് നിന്റെ ആത്മാവിനെ പകരണം. God, pour out your spirit. ഇത് അങ്ങയുടെ വചനമാണ്. This is your word. ഇത് എൻ്റെ സന്തതിയുടെ മേൽ സംഭവിക്കണം. This should happen in my children. ആമേൻ. സ്വർഗീയ അനുഗ്രഹം നിന്റെ എൻ്റെ തലമുറയുടെ മേൽ പകരണം. The heavenly blessing should be poured upon my children. ആമേൻ. ലോകത്തിന്റെ അനുഗ്രഹത്തിന്റെ പുറകെ എൻ്റെ തലമുറ പോയി ദൈവത്തിൽ അകന്ന് ദൈവ ഭയത്തിൽ അകലുന്നതിന് മുൻപ് കർത്താവേ, നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെ പകരുമെന്ന് പറഞ്ഞ ആ വാഗ്ദത്തം എൻ്റെ തലമുറയിൽ എൻ്റെ സന്തതിയുടെ മേൽ പകരണമെന്ന് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച്. Before our children go behind the blessings of this world and move away from God, we should pray that as per the word that God will pour his spirit upon my seed and the blessings upon my offspring. We should declare that verse and pray that God, please pour out your spirit upon my children. അവരുടെ കുടുംബങ്ങളിലുള്ള എല്ലാ തകർച്ചകൾക്കും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We should pray for all the brokenness in the family life. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് Let's close our eyes. എല്ലാവരും പ്രാർത്ഥിച്ച്. Let's pray together. എവിടെയെങ്കിലും തകർച്ചകൾ ഉണ്ടെങ്കിൽ, Wherever there are brokenness, എവിടെ ശത്രു ജയമെടുക്കുന്നുണ്ടെങ്കിൽ, wherever the enemy is trying to take victory, ഫാമിലി ലൈഫിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, if you have lost that joy within the family ആ life, സമാധാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, if you have lost that peace in family life, തലമുറകൾ നിന്നിൽ നിന്ന് അകലുന്ന അന്തരീക്ഷമുണ്ടെങ്കിൽ, if you feel that your children are walking away from you, അവൻ നഷ്ടങ്ങൾ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, if you are going through sufferings and problems in your അവൻ നീ life, ആഗ്രഹിച്ച സന്തോഷവും ആഗ്രഹിച്ച ഒരു ഉന്നതിയും പ്രാപിക്കാൻ കഴിയാതെ ഒരു വല്ലാത്ത ഒടച്ചിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, if you are going through all those brokenness which is not letting you to reach to the fullness of joy, fullness of the achievement, കർത്താവേ, അങ്ങാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത്. God, you are the one who brought us together. അങ്ങാണ് തലമുറകൾ നൽകി തന്നത്. You are the one who gave us the children. അങ്ങാണ് ഇത്രത്തോളം കൊണ്ടുവന്നത്. You are the one who brought us this കർത്താവേ, far. എന്റെ ഇന്ന മേഖലകളിൽ സകല ഹല്ലേലൂയ കർത്താവേ തകർന്നിരിക്കുന്ന മേഖലകൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, നന്നായി എങ്ങനെയൊന്ന് പണിയണമേ, നന്നായി എന്നെ റിപ്പയർ ചെയ്യണമെന്ന് ഒരു ഹൃദയം തുറന്നത് പ്രാർത്ഥിച്ച്
Lord, I pray to you. Lord, I surrender these areas of my life. God, please repair it and rebuild it, Father. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. Wives, please pray for your husbands. അവൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. Husbands, please pray for your wives. ഒരു വാക്ക് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. Let's all pray together. യേശുവിന്റെ നാമത്തിൽ സകല അകൽച്ചകൾ മാറിപ്പോകട്ടെ. In the name of Jesus, let all the gaps, let all the brokenness be removed. എല്ലാ വിള്ളലുകളും യേശുവിന്റെ നാമത്തിൽ നികന്നു വരട്ടെ. Let all the brokenness and the gaps be filled in the name of Jesus. സമാധാന സ്വസ്ഥത കെടുത്തി കളയുന്ന ശത്രുവിന്റെ പോരുകളെ ശാസിക്കുകയാണ്. We cast out all the schemes of enemy that is destroying the peace in your family life. ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. Let there be a repentance. ദൈവാത്മാവ് ഈ വിഷയത്തെ ഏറ്റെടുക്കട്ടെ. Let the Holy Spirit take up this matter. പരിശുദ്ധാത്മാവ് പണിത് പുറത്തു കൊണ്ടുവരട്ടെ. Let the Holy Spirit rebuild you and bring you out. സന്തോഷം മടങ്ങി വരട്ടെ. Let the peace, let the joy that was lost be restored in your life. നഷ്ടപ്പെട്ട ഐക്യത മടങ്ങി വരട്ടെ. Let the unity that was lost be restored. തലമുറകളുമായിട്ടുള്ള ആത്മസന്തോഷം മടങ്ങി വരട്ടെ. Let the spiritual joy that you experienced with your children, let it be restored in your life. കുടുംബ ബന്ധങ്ങളെ പൊളിക്കുന്ന തകർക്കുന്ന ശത്രുവിന്റെ സകല കെണികളെയും സ്വർഗ്ഗത്തിലെ ഭൂമിക്ക് നാഥനായ നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ആത്മാവിൽ ശാസിക്കുകയാണ്. As a church together, in the name of Jesus, we rebuke all those traps that is trying to destroy the family life, all the traps of Satan that is destroying the family life. We rebuke as a church in the name of Jesus. Hallelujah. പണിയപ്പെടട്ടെ, പണിയപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നന്നാക്കിയെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് കുറവ് തീർത്ത് പണിയട്ടെ. Let the family life be rebuilt and restored. Let the Holy Spirit build it. We surrender before you. Let the Holy Spirit build it. അവൻ പലരും പറയാറുണ്ട്, എൻ്റെ പാർഷ ഈ പുള്ളി ഒരു കാലത്ത് നന്നാകത്തില്ല. ശരി പറയും, എൻ്റെ പാർഷ ഇവൾ ഒരു കാലത്തും ശരിയാകത്തില്ല. പക്ഷെങ്കിൽ നമ്മൾ ശരിയാക്കാൻ നോക്കിയത് കൊണ്ടാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ പണിയാവുകളുണ്ടല്ലോ, കുറവ് തീർത്ത് പണിത് തരും. When many a times some people say that he will never become right, he will always be like this, or she will always be like this. That is happening because we are trying to solve these problems. We are not leaving it to the one who is able to rebuild and restore. If we leave it to Holy Spirit to rebuild, then he will restore it without any blemish. അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ട് നിർത്തരുത്. പോയി പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളെന്താണ് ഫാമിലി ലൈഫിനെ റിപ്പയർ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് എല്ലാം നിങ്ങൾ പറയും, പാർഷ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും കുഴപ്പമില്ല, സന്തോഷിച്ചോന്ന്. പക്ഷെ പ്രാർത്ഥിച്ചോ, അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കർത്താവ് എന്ത് ചെയ്യും? അടുത്തത് ഇതുപോലെ തന്നെ നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഒരു പണിയുതൽ ആവശ്യമാണ്. Just like that, within our spiritual realm also there is a rebuilding that is necessary. എല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്, all of us are saved, സ്നാനപ്പെട്ടവരാണ്, baptized, എല്ലാം ശരിയാണെങ്കിലും everything is right in our life. എവിടെയൊക്കെയോ പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. There are certain things that needs to be rebuilt. അങ്ങനെ ഫീൽ ചെയ്യുന്ന എത്ര പേരുണ്ട്? How many of you feel that? കർത്താവ് ആത്മമണ്ഡലത്തിൽ ഒരു പണി എനിക്ക് റിപ്പയർ ആവശ്യമാണെന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? Lord, in the spiritual life I need a restoration. How many of you feel that? അപ്പോൾ നമ്മൾ എവിടെയൊക്കെ അങ്ങ് പിന്മാറി പോയിരിക്കുകയാണ്. Many a times in certain areas we have backslided. നമ്മൾ മുന്നേറുന്നതിനേക്കാൾ നമ്മൾ അകലുന്നതിനാണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തിനാണ് മുന്നോട്ട് പോകുന്നതിനേക്കാൾ വേഗത്തിൽ പുറകോട്ട് പോകുന്നതിന്. If someone is to give a first prize, then they will give us that first prize on backsliding rather than how much steps we move forward. അവിടെ ഇത് പകൽക്കാലം ഇനിയുള്ള അല്പസമയം പ്രാർത്ഥിക്കണം. കർത്താവേ, ഓരോ ദൂത് പറയുമ്പോൾ നിങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങാമെങ്കിൽ നമ്മളിതെല്ലാം കേട്ടിട്ട് ഓർക്ക് ഇത് എനിക്കിട്ടാണോ ശരിക്കും ആണ്, എന്നാൽ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയല്ല, ദൂത് വരുമ്പം തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ഇതിനകത്ത് എന്നെ അങ്ങ് സമർപ്പിക്കുക. പണിയണമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുന്നേ നേരെയായ കുഴപ്പമല്ലോ ഉണ്ടോ? ഒരു
വർഷം മുന്നേ നമ്മളങ്ങ് ഉപയോഗിക്കപ്പെട്ട കുറവല്ലോ ഉണ്ടോ? അതുകൊണ്ട് ദൂത് കേൾക്കുമ്പോൾ തന്നെ അത് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഈ വചനത്തോടൊപ്പം ഇന്ന് രാത്രി ഓർപ്പിച്ചതുപോലെ പ്രസംഗിക്കുമ്പോൾ അവരോട് കൂടെ ആര് പ്രവർത്തിക്കും? അപ്പോൾ ഇന്നിവിടെ റിപ്പയർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് നടക്കണം? പരിശുദ്ധാത്മാവ് പണിയുവാനിടയായി തീരണം. As the word of God is being delivered, as it is being spoken to you, as the revelation is being shared to you, I request all of you to surrender before the word of God, accept it and pray that God rebuild me, repair me. As per the word of God that is being delivered to you, you pray at the same moment so that you will be repaired while the message is being delivered to you. While you listen to it, you will be repaired. അത് കർത്താവിനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. Because God is loving us so much. തന്റെ രക്തം കൊടുത്താണ് അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. He brought us with a price, that is the blood of Jesus. നമ്മൾ വിലയേറിയവരാണ്. We are precious in His sight. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തകർച്ചകൾ വരുമ്പോൾ എറിഞ്ഞ് കളയാൻ ദൈവത്തിന് പറ്റത്തില്ല. ഉടഞ്ഞത് കരത്തിലായതുകൊണ്ട് കർത്താവിനെ മറ്റൊന്നായി പണിയാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. Because He has brought us with precious price. When things are marred, when our life is marred, destroyed or crushed at times, He is not discarding it, but He is trying to rebuild it as it seems fitting for Him. ഹോശേയ പ്രവചനം 14 അധ്യായം 1, 2, 3, 4 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. Hosea chapter 14 verse 1, 2 and 3. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകൃത്യ നിമിത്തമല്ലയോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അർപ്പണമായ കാളകളെ അർപ്പിക്കും. അശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈ വേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കും എന്ന് പറവീൻ. അടുത്തത്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എന്റെ കോപം അവനെ വിട്ടു മാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അവൻ ആ വാക്യം മാത്രം പറഞ്ഞ് ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. Let us repeat this. I will heal their backsliding. അയ്യോ, രോഗം മാത്രമല്ല കർത്താവ് സൗഖ്യമാക്കുന്നത്, ആത്മമണ്ഡലത്തിൽ വന്ന തകർച്ചകളെയും നല്ല ട്രീറ്റ്മെന്റ് തന്ന് നന്നായി ചികിത്സിച്ച് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ വേരോടെ പറിച്ചു പുറത്തു കളഞ്ഞ് നിന്നെ ശുദ്ധീകരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. It is not just diseases that God heals, even the backsliding that is happening in our life, even the brokenness in our spiritual life, God is able to heal those. If we surrender before Him, He will be able to uproot all those things that are anchoring us in the backsliding, and He will uproot it completely and will heal us completely. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു അടുപ്പം ദൈവസന്നിധിയിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. We should have an intimacy with the God according to what He desires. അതല്ലാത്തതെല്ലാം പിന്മാറ്റമായിട്ട് ദൈവം കണക്കാക്കുന്നു. Anything that is against that intimacy with God, God considers as backsliding. പിന്മാറി പോയിട്ട് കർത്താവ് വിടുകയല്ല, പിന്നെ പറയുകയാ, നിങ്ങളൊന്ന് കരയാമെങ്കിൽ, ഒന്ന് മടങ്ങി വരാമെങ്കിൽ, ഒന്ന് സമ്മതിക്കാമെങ്കിൽ നിങ്ങളെ ചികിത്സിച്ച് പിന്മാറ്റത്തെ ഞാൻ സൗഖ്യമാക്കും. When they backslide, God is not leaving them. God is saying again and again that if you commit, if you surrender before, if you accept and if you repent, then I will be able to heal and restore you. അവൻ പത്രോസിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒന്ന് അകലെ വിടുവാനായിട്ടിടയായി തീർന്നു. Peter, there was once in the life of Peter, he walked away from God. അവൻ സ്തോത്രം ഹല്ലേലൂയ വലയും പടകും ഒക്കെ എടുത്തോണ്ട് പോയി. He went on the boat and he took the net and boat. പക്ഷെങ്കിൽ അവനെ നന്നാക്കി എടുക്കുവാൻ കർത്താവ് സ്നേഹത്തിന്റെ കര ഒന്നുകൂടെ നീട്ടി കൊടുത്തു. But to bring him back, Jesus stretched out the hand of His love again. ശിക്ഷിച്ചില്ല. അവന്റെ അവൻ മാനസാന്തരം അവൻ ചെയ്തതിന്റെ ആ ദൈവ സ്നേഹം അങ്ങോട്ട് വാരിക്കോരി കൊടുത്തപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവമേ നീ എന്നെ അറിയുന്നെന്ന് പറഞ്ഞ് പിന്നെ അവനെ മടക്കി വരുത്തുവാനായിട്ടിടയായി തീർന്നു. Rather than rejecting him, Jesus stretched out His arms. Jesus poured out the fullness of His love to him, and then Peter realized it and said that
thank you for bringing me back to you. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങൾ യവനേക്കാളെല്ലാം ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കാം. എവിടെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അവൻ വചനത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരന്മാരെ, ദൈവം ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, അവൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സാമീപ്യം, സാന്നിധ്യം, ഒരു ക്ലോസ്നെസ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുക, കർത്താവേ എന്നെ നന്നായി ഒന്ന് പണിയുമാറാകണമേ, അവൻ എന്നെ ഒന്നുകൂടെ മടക്കി വരുത്തണമേ. ആ സ്നേഹത്തിന്റെ കരം ഇന്ന് പകലിൽ നിങ്ങളുടെ ആത്മാവിൽ കാണുവാനിടയായി തീരട്ടെ. My dear children, I encourage you, if you have walked away from the word of God, if you have walked away from God, if you have moved away from the presence of God, then please surrender before God and say that, God, please rebuild my life so that I can feel that fullness of joy. I can feel that love of Christ in my life. God, please restore me. മോനെ, രക്ഷിക്കപ്പെട്ടത് തെറ്റായി പോയോ? Was it wrong to be saved? സ്നാനപ്പെട്ടത് അബദ്ധമായി പോയോ? Was it a mistake to be baptized? ദൈവസഭയ്ക്കകത്ത് വന്നത് അബദ്ധമായി ആർക്കെങ്കിലും ബോധ്യമുണ്ട്, ഇന്ന് ഇവിടെ വെച്ച് എഴുന്നേറ്റങ്ങ് പോണോ? If you feel that it was a mistake to be part of the church, then you should walk away. കുഞ്ഞ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത്. My dear, you are brought with the blood of Jesus. ദൈവം നിന്നെ സ്നേഹിച്ചതാണ്. God loves you. അവൻ നിന്റെ പാപങ്ങളൊന്നും ഓർക്കാതെ, നിന്റെ കുറവുകളൊന്നും ഓർക്കാതെ, ആ സ്നേഹത്തിന്റെ കരം നിനക്ക് വേണ്ടി നീട്ടി തന്ന് ദൈവം നിന്നെ മാറോട് ചേർത്ത് വെച്ചിട്ട് അവൻ എവിടെയെങ്കിലും അകന്നു പോകുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് എറിയുന്നവനല്ല, പിന്നെയും സ്നേഹത്തിന്റെ ആത്മാവ് മാടി വിളിക്കുകയാണ്. നിന്നെ ചികിത്സിച്ച് സൗഖ്യമാക്കാൻ എന്റെ കർത്താവിന് മനസ്സുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. My dear child, Jesus, he has brought you with a price. God has brought you with a price by paying the blood of Jesus. And when something happened in our life, when we backslide, he is not there to discard you. He is not there to reject you. He is calling you back again and again, saying that, come back to me, repent, and I will heal your backsliding. I will restore the joy and love in your life. Praise the Lord. പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, സഭായോഗത്തിന് വരാൻ താല്പര്യമില്ല, ആരാധന എന്ന് കേൾക്കുന്നത് ബുദ്ധിമുട്ടാണ്, തിരുവെഴുത്തുകൾ ധ്യാനിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്. എവിടെയോ നീ അകലുകയാണ്. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, അതും നിന്നെ ചികിത്സിച്ച് സൗഖ്യമാക്കാൻ, നിന്നെ വീണ്ടും പണിത് കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്ന കർത്താവേ, എന്നെ നന്നായി എന്റെ ആത്മമണ്ഡലത്തെ ഉടഞ്ഞു കിടക്കുന്ന കിടക്കുന്ന എന്റെ യാഗപീഠത്തെ നന്നാക്കി പണിയണമെന്ന് ഇന്ന് പലത്രവർ ആഗ്രഹിക്കുന്നുണ്ട്. Many a times you feel that I am not interested to read the word of God, I am not interested to pray, I am not interested to come for the service, I am not interested to worship with my full heart and soul. When you see those things in your life, it is a sign that you are walking away from God, you are backsliding. That is the beginning of it. So if you want to come back to God, if you want to feel that presence, that fullness of presence in your spiritual life, pray to God, surrender before God, and come back and repent, and He will be able to restore you. He will be able to bring back that fullness of joy in your spiritual life. ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. There are someone who's praying earnestly for you. ദൈവം ആഗ്രഹിക്കുന്ന ആത്മമണ്ഡലത്തിലോട്ട് നീ ജ്വലിച്ച് കാണുവാൻ കരയുന്ന ചില കണ്ണുകൾ നിന്റെ അകത്തുണ്ട്, നെടുവീർപ്പുള്ള ഹൃദയങ്ങളുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഗ്യാരണ്ടി പറയുന്നു, അവൻ കരച്ചിൽ വൃഥാവാകത്തില്ല, കണ്ണുനീര് വൃഥാവാകത്തില്ല. ആമി ചികിത്സിച്ച് സൗഖ്യമാക്കാൻ മടക്കി വരുത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന്. There are some eyes in this hall. There are some eyes that are shedding tears for you, my child. There are some eyes that are shedding tears for you, my child, so that you will fan into flame the spiritual gifts that God has given to you. You will come in all fullness of your spiritual life. There are some eyes that are shedding tears, and God will see those tears, and God will answer and restore your life. അവൻ നമുക്ക് ബർന്നബാസ് മർക്കോസിനെ അറിയാമല്ലേ? അവൻ പ്രയോജനപ്പെട്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു പോരാട്ടം അങ്ങ് കയറി. We know about the incident of that happened between Barnabas and Mark. അവൻ സ്തോത്രം, അത് പെട്ടെന്ന് പുള്ളി പറഞ്ഞു, അമ്മ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല. അമ്മ സ്തോത്രമല്ലോ, ഒന്നിനും വരുന്ന ഉടനെ പൗലോസ് തീർത്തങ്ങ് പറഞ്ഞു, അമ്മ ഇടയ്ക്ക് പോകുന്നവനെ ഒന്നും ഇനിയും കൊണ്ടുപോകുന്നില്ല. All of a sudden Barnabas mentioned that I am not continuing this mission trip. So
പൗലോസ് Paul all of a sudden rejected him, saying that no, then I am not taking him anymore. പൗലോസ് പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണേ. അവൻ തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് യോഗ്യമല്ലെന്ന്, എന്ന് വെച്ചാൽ കൂടെ നടന്ന പക്ഷെങ്കിൽ ഇടക്കാലത്ത് എന്ത് വന്നു? അവിടെ പൗലോസ് തീർത്ത് പറഞ്ഞു, ബർന്നബാസനൊന്നും നോക്കിയില്ല, അവൻ യോഗ്യമല്ലെന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ടുപോയില്ല. So look at the statement that Paul is making. The one who left us in between the mission once, we should not take him again. It is not fitting to take him in a mission trip again. That is what the stand of Paul was. നമ്മൾ വല്ലതും ആണെങ്കിൽ ആൻറ്റി പോൾ അല്ലേ വല്ല കൂട്ടായ്മ വല്ലതും എന്ത് ചെയ്യണ്ടേ നടത്തിയിട്ട് ആ മനുഷ്യനെ നശിപ്പിച്ചു കൊന്നേനെ. അല്ലൂയ. കാരണം എന്താണ്? എന്നെ എന്ത് ചെയ്തില്ല, കൊണ്ടുപോയില്ല, ഞാൻ വരണ്ടാന്ന് പറഞ്ഞു, എന്നെ സമ്മതിച്ചില്ലതപ്പോൾ എന്ത് ചെയ്യും? നമ്മളിവിടെ കൊടിയൊക്കെ പിടിച്ച് വേറൊരു സഭ എന്ത് ചെയ്തേനെ. പക്ഷെങ്കിൽ അമ്മ സ്വത്രം ഒരു നിലപാടെടുത്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തീമോഥെയോസിലോട്ട് വരുമ്പോൾ ഈ യോഗ്യമല്ല, പ്രവർത്തിക്ക് വരാത്തവന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവിടെ കൊണ്ട് അമിസ്വത്രം മർക്കോസ് തീർന്നില്ല. അമിസ്വത്രം അവന് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ കൊടുത്തത് കൊണ്ട് പിന്നത്തെ പറയുന്നു, മർക്കോസ് എനിക്ക് പ്രയോജനമുള്ളവൻ, അവനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയത്തക്ക രീതിയിൽ ദൈവം അവനെ മടക്കി വരുത്തുവാൻ, അവനെ പണിതെടുക്കുവാൻ കർത്താവിന് മനസ്സായിരുന്നു. Although Paul did not take him in the mission trip, Paul discarded or rejected him and saw that he is not fitting for the mission. But at a later point of time in the book of Timothy, we can see that Paul is saying that he is beneficial for me. Amen. So please bring him to me. പത്രോസ് പറയുന്നു, മർക്കോസ് എനിക്ക് മകനാന്ന് പറയുന്നു. Paul says Mark is my son. അപ്പൊ ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ ഏറ്റക്കുറിച്ചുകൾ വന്നാൽ അതിന്റെ അകത്ത് കുഴഞ്ഞ് അതിന്റെ അകത്ത് വീഴാതെ നന്നാക്കി എടുക്കാൻ, പണിതെടുക്കാൻ കഴിയുന്നവരുടെ കരത്തിൽ വിട്ടുകൊടുത്താൽ അധികം ശക്തമായി, അധികം ശ്രേഷ്ഠകരമായി നിന്നെ മുൻപോട്ട് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണെന്ന്. So when we have problems and troubles and brokenness in our life, when we are crushed, rather than falling more deeply into those pit, God is able to, if we surrender and leave it to God, He is able to bring you out of that pit and restore your life. യോന മാനസാന്തരപ്പെട്ടു, ദൈവം റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. Jonah repented and God restored his life. Praise the Lord. എന്നാൽ എത്ര ദൈവത്തിന് ദൂത് കൊടുത്തിട്ടും അവസരം കൊടുത്തിട്ടും അവൻ മാനസാന്തരപ്പെടാതെ മടങ്ങി വരാതെ ഹൃദയം കടുപ്പിച്ച് അവൻ ദൈവത്തോട് റിബല്യസ് ആയാൽ സംഭവിക്കുന്ന കാര്യമുണ്ട്, കർത്താവ് റീപ്ലേസ് ചെയ്യും. But when for Jonah God restored, but when things happen in our life and we repeatedly continue in sin without repentance, when we continue to walk away from God, there will be a time that God decides that it cannot be repaired and I have to replace. അവൻ 1 ശമൂവേൽ 15-ാം അധ്യായത്തിലോട്ട് വന്നിട്ട് 1 Samuel chapter 15. പതിനഞ്ചാമത്തെ 11-ാമത്തെ വാക്യം വായിച്ച് Verse 11. ശ്രദ്ധിച്ച ദൈവം പറയുകയാണ്, അമ്മ രാജാവിനെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു രാജാവിനെ കൊടുത്തു. ഇപ്പം അമ്മ 2 വർഷം കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇതുപോലൊരു സങ്കടം എനിക്കില്ല, ഇവനെ എന്താക്കി. When the people cried to God that they need a king, God gave them a king, Saul. And now after 2 years, God is saying that I am grieved that I have made him king. എന്നെയും നിങ്ങളെയൊക്കെ നോക്കിയിട്ട് കർത്താവ് എന്തോ പറയുന്നത്? Let us think about what God will be talking about us. എൻ്റെ ഇവന് വേണ്ടിയാണോ ഞാൻ ഈ രക്തം കൊടുത്ത്? ഇവന് വേണ്ടിയാണോ ഞാൻ ഈ വേദന സഹിച്ച്? വാസ്തവത്തിൽ ദൈവം നമ്മളെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് സങ്കടപ്പെടുകയാണോ അതോ ഹൃദയത്തിനകത്ത് സന്തോഷിക്കുകയാണ്? Think about what God might be thinking about me and you. Is it for him that I shed the blood? Is it for him I did all these things in his life? God should not grieve about our life. ശൗൽ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. Saul, what did he do? He disobeyed God. സകലതും നിർമൂലമാക്കാൻ പറഞ്ഞു, പുള്ളി പോയി നല്ലതിനെല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുന്നു. He was told to destroy everything, but he didn't. He kept certain good things for himself. പുള്ളി പറഞ്ഞു ഇതെല്ലാം കർത്താവിന് വേണ്ടിയാണ്. And then he told it's all for God. നമ്മൾ കാണിക്കുന്ന എല്ലാ കുരുത്തക്കേടും ആർക്ക് വേണ്ടിയാ? All those mischiefs that we do, is it for
വലിയ പാട അബദ്ധം പറ്റിപ്പോയി, തെറ്റ് പറ്റിപ്പോയി എന്ന് സമ്മതിക്കാൻ വലിയ പാടാ. It is with great difficulty that people accept that they have done mistakes in their life. 17-ാമത്തെ വാക്യം വായിച്ചേ. Verse 17. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവ് നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തില്ലയോ? കർത്താവ് പറയുകയാണ്, എടാ മോനെ, നീ ആരായിരുന്നു, എവിടായിരുന്നു, എന്തായിരുന്നു? അവൻ ഒരു അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എന്തേ നീ മറന്നുപോയെന്ന് അവനോട് ചോദിക്കുകയാണ്. In verse 17, God is reminding Saul that although you were once small in your own eyes, you were made the head of the tribes of Israel and made the king. So God is reminding him that you did not deserve this. You had no right to have all these blessings in your life. You were so low. You had no eligibility to have this, but still I gave you all those things, but you forgot those. ശ്രദ്ധിച്ച്, പാപം ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാതിരുന്നിട്ട് പുള്ളിക്ക് ഇപ്പൊ ആരാധിക്കണം. പുള്ളിക്ക് എന്ത് വേണം? ഇപ്പൊ ആരാധിക്കണം, യാഗം കഴിക്കണം. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, ഞാൻ ഈ പരിപാടിക്ക് വരത്തില്ല. ശമൂവേൽ എഴുന്നേറ്റ് പോയി പുള്ളിയെ പിടിച്ച് വലിച്ചു, അങ്കിയൊക്കെ കീറി. ശമൂവേൽ പറഞ്ഞു, ഇതുപോലെ നിന്റെ രാജസ്ഥാനം എന്ത് ചെയ്യും, ഇപ്പം പോവാന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്താലും ഈ പുള്ളി എന്ത് ചെയ്യത്തില്ല. ശമൂവേലിന് അതൊരു രസകരമായ ഒരു വാക്യം കൂടെ ഉണ്ട്. 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവ കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്ത് ചെയ്യുന്നു പാപം. ആദ്യം പറഞ്ഞു, ഞാൻ ആരാധനയ്ക്ക് വേണ്ടിയായിരുന്നു, കർത്താവിന് വേണ്ടിയായിരുന്നു ഒക്കെ പറഞ്ഞു. പക്ഷെ എങ്കിൽ സംഗതി കൈവിട്ട് പോയോ മനസ്സിലായി. എന്ത് ചെയ്തു? ഞാൻ പാപമൊക്കെ ചെയ്തു, പക്ഷെ സോറി ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്ത് ചെയ്യണം? നാട്ടുകാരുടെ മുമ്പിൽ ഇപ്പം എന്നെ എന്ത് ചെയ്യല്ലേ, നാണം കെടുത്തരുത്. എനിക്ക് എന്ത് ചെയ്യണം? മാന്യത. പാപം ചെയ്താലും തെറ്റ് ചെയ്താലും എനിക്കെന്തോ വേണം? മാന്യത വേണം. അത് നീ എന്ത് ചെയ്യരുത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? Although Saul initially mentioned, what I have done is to worship God, is to sacrifice before God, he justified his deed. Although he did that, later on he is realizing that he has sinned, and he is admitting that he has sinned, but he is not repenting. He is not repenting on that, and he is insisting that on verse 30 we can see that I have sinned, but please honor me before the elders of my people, before the Israel. So even though he sinned, he want to retain that honor before men. നമുക്ക് എല്ലാവർക്കും എന്തോ മതി? ശ്രദ്ധിച്ച്, നമുക്ക് എല്ലാവർക്കും എന്തോ മതി? What do we all need? നമുക്ക് എല്ലാവർക്കും മാന്യത മതി. We need honor. പാപം ചെയ്യുന്നത് അത് ഞാൻ എൻ്റെ അച്ഛാ ശരിയാകണമേ, സഹോദരൻ ശരിയാകണമേ, അത് ഞാൻ എന്ത് ചെയ്യും തീരുമാനിച്ചു. പക്ഷെ എനിക്കെന്തോ വേണം? I have sinned. നമ്മുടെ ഈ പിള്ളേരുടെ ഏതെങ്കിലും പേരൻസോട് പറയും, എൻ്റെ പൊന്നു ഇവൻ ഒരു വക പഠിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കെല്ലാം ഭയങ്കര നാണക്കേടല്ലേ. പിള്ളേരുടെ കുറ്റം നമ്മൾ ഏതെങ്കിലും പേരൻസോട് പറഞ്ഞ് ഇവരെ എല്ലാം മുഖം പപ്പയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ, എൻ്റെ കാര്യം എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ച് ഇവരെന്ത് ചെയ്യും? കാരണം ആർക്കും ഇഷ്ടമല്ല എന്ത്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ പാവമൊക്കെ നീ പറഞ്ഞൊക്കെ ശരി, പക്ഷെ ഇപ്പം എന്ത് ചെയ്യണം? എനിക്കൊരു മാന്യതയുണ്ട്. ഇപ്പം ദൈവം കോപിക്കുന്നതോ രാജസ്ഥാനം പോകുന്നതോ ദാവീദ് രാജാവാണ്, പക്ഷേ എനിക്കിപ്പോൾ എന്തോ ഉണ്ട്. അവിടെ നീ എൻ്റെ കൂടെ വരണം. എന്നിട്ട് ശമൂവേൽ പോവുകയും ചെയ്തു കേട്ടോ. ഇവന് ഇരിക്കട്ടെ, ഒടുക്കത്തെ മാന്യത ഇരിക്കട്ടെ പറഞ്ഞ് ആരുടെ കൂടെ പോയി? ഇന്ന് പകൽക്കാലം മാന്യതയല്ല, ദൈവം തരുന്ന മാന്യത. സ്വതന്ത്രം. ഹല്ലേലൂയ. സത്യസന്ധമായി പരമാർത്ഥ മനസ്സോട് നിഷ്കളങ്ക ഹൃദയത്തോട് നാം ദൈവത്തിന് മുമ്പാകെ നിൽക്കാമെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുമെന്ന്. പാപം ചെയ്തിട്ട് കുറവുകൾ വന്നിട്ട് മടങ്ങി വരാതെ മാനസാന്തരപ്പെടാതെ പിന്നെ മാന്യതയ്ക്ക് വേണ്ടി നിന്നാൽ അവൻ സംഭവിക്കുന്ന കാര്യം റിപ്പയർ അല്ല, ദൈവം റീപ്ലേസ് ചെയ്യുവാനിടയായി തീരും. When we make mistakes in our life, children especially, when parents talk about their children that he did something like this, he did something wrong, they feel offended. They are so offended that you should not speak about me in front of others like that, because I am losing my honor. If we run behind those honor, if we are reluctant to admit our mistakes in front of others and surrender before God, then God will have no more options. You can see in the case of Saul that he was running behind the honor. He was not ready to lose. He was not ready to lose his honor. And then he pleaded Samuel to please come with me so that I will have my honor. And Samuel went with him. See, this is interesting. Samuel went with him, and then what happened? It ended up in ripping off his kingdom, ripping off his honor, everything. So
if we are running behind honor and not ready to admit our sins and mistakes, then God will have no other option other than repairing. He will have to replace. പ്രിയരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തോ വേണ്ടിയേ? മാന്യതയാണോ, ഓണറാണോ വേണ്ടിയത്? ദൈവസ്ഥലിൽ ഒരു നിരപ്പാണോ വേണ്ടിയത്? Think carefully. What do we need? Do we need honor or repentance and reconciliation? ഞാൻ പറഞ്ഞ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒരു മയക്കം ഉണ്ടെങ്കിലും ദൈവാത്മാവ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. God is repairing all of us. കുറവുകൾ ഉണ്ടായിട്ട് എന്തോന്നും അമിസ്വത്രല്ലോ ഓണറിന് വേണ്ടി പോകല്ലേ, മുട്ടുമടക്കി കരയണം. കർത്താവേ അമിസ്വത്രല്ലോ എന്നെ മാനിക്കും, അല്ല ദൈവം മാനിക്കും, എന്നെ മാനിക്കുന്നവന് ഞാൻ മാനിക്കും. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ആത്മമണ്ഡലത്തിൽ വന്നുപോയ സകല കുറവുകളെയും പണിതെടുക്കാനായിട്ട് ഇന്ന് പകലിൽ നിന്ന് വിട്ടുകൊടുക്കാമോ? If we have weaknesses in our spiritual life, we should not let it slide. We should kneel before God. We should surrender before God and say that God, I have these weaknesses in my life, and ask God to rebuild our spiritual life. അവൻ യൂദായെ റീപ്ലേസ് ചെയ്ത് മർത്തിയാസിനെ ദൈവം കയറ്റി. യൂദായെ God replaced Judah and brought Matthias. അവൻ ശൗലിനെ റീപ്ലേസ് ചെയ്ത് ദാവീദിനെ കൊണ്ടുവന്നു. God replaced Saul and brought in അവൻ David. 30 ആണ്ടത്തേക്ക് കൊടുത്തത്, പക്ഷെ 2 സംവത്സരം മാത്രമേ രാജാവായി വാഴുവാൻ പറ്റിയുള്ളൂ. Although he was given kingship for 30 years, he was retained only for 2 years. അവൻ വസ്തി രാജ്ഞിയെ മാറ്റിയിട്ട് എസ്തറിനെ ദൈവം അത് തിരിച്ചു കൊണ്ടുവന്നു. He replaced Vasti queen and brought in Esther. അവനെ ഞാൻ ഒത്തിരി പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അമിസ്വരം നന്നാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ടൈമിൽ നീ വിട്ടുകൊടുക്കാമെങ്കിൽ ദൈവം പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. പക്ഷെ മത്സരിക്കാനാണെങ്കിൽ, അവൻ മറുതലിക്കാനാണെങ്കിൽ, വളരെ ദുഃഖത്തോടെ പറയട്ടെ, ദൈവം റീപ്ലേസ് ചെയ്യും. കായ്ക്കാത്ത കൊമ്പിനെ അവൻ മുറിച്ചു കളയും, അവൻ വെട്ടിക്കളയും. അവൻ വസിച്ചാൽ കായ്ച്ചാൽ ചെത്തി വെടുപ്പാക്കും. പക്ഷെങ്കിൽ അകത്തിരുന്നിട്ട് വസിച്ചിട്ട് ദൂത് കേട്ടിട്ട് ആരാധിച്ചിട്ട് മനോഭാവങ്ങൾക്ക് സ്വഭാവത്തിന് മാറ്റം വരുത്താൻ തീരുമാനമില്ലെങ്കിൽ കുഞ്ഞേ റിപ്പയർ കഴിയും. അതിൽ ശരിയാകത്തില്ലെങ്കിൽ ദൈവം റീപ്ലേസ് ചെയ്യാനിടയായി തീരും. My dear child, God has a plan to restore you. God has a plan to revive your spiritual life. But if you are resisting that, if you are hesitant before God to admit your mistakes, if you are not ready to surrender before God, then God will have no other option than replacing you. If you are not staying, if you are not remaining in Christ, if you are not staying with Him, if you are not bearing the fruit, then He will have no other option than to cut off that from you, cut off that stem, cut off you from the branches, cut off that branch, so that if it is not bearing fruit, He will have no other option than replacing it. അവൻ എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ഒരു ഗ്യാരണ്ടി കാർഡ് തരാം ഈ വിഷയത്തിനകത്ത്. വായിച്ചോ, എസെക്കിയേൽ 36:26 വായിച്ചേ. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 26-ാമത്തെ വാക്യം. Ezekiel chapter 36 verse 26. ആ സഭ ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിച്ചേ എല്ലാവരും. Let's read this together. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം. എത്ര പേർക്ക് ഈ വാക്യത്തെ ഒന്ന് വിശ്വസിക്കാൻ പറ്റും? How many of you believe in this verse? അവൻ ഇന്ന് പകൽക്കാലം ഈ 6-ാം മാസത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച കർത്താവേ, അവൻ പലതും കേൾക്കുന്നുണ്ടെങ്കിലും പലതും അറിയാമെങ്കിലും എവിടെയൊക്കെയോ പറ്റുന്നില്ല, മാനസാന്തരപ്പെടാൻ പറ്റുന്നില്ല, ശ്രമിച്ചിട്ടും സ്വഭാവം നേരെയാകാൻ പറ്റുന്നില്ല. എവിടെയോ ആകാത്ത ആഗ്രഹമുണ്ട്, ദൈവത്തിന് എവിടെ നിൽക്കണമെന്ന്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് ഇന്ന് പകൽക്കാലം സമ്മതിക്കാൻ തയ്യാറായാൽ, if you are ready to admit before God, I have a desire to revive my spiritual life, but still I am not able to pray, I am not able to surrender, I am not able to meditate, I am not able to get rid of the toxic habits that I have. God, if you are ready to surrender and submit and acknowledge this in front of God, അവൻ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. say this verse, declare this word of God and pray. ഞാൻ നിനക്ക് പുതിയ ഹൃദയം തരും. He will give you a new spirit. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? Hallelujah. അവൻ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ ഹിതത്തെ അവൻ തിരിച്ചറിയുന്ന, ദൈവഹിതത്തിന് വേണ്ടി കീഴടങ്ങുന്ന ഒരു പുതിയ ഹൃദയം ദൈവം തരുമെന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഏറ്റുവാങ്ങുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സുണ്ട്? കർത്താവേ, ആ ഒരു ഹൃദയം എനിക്കൊന്ന് നൽകി തരുമാറാകണമേ.
rather than from your reluctant heart that is not ready to surrender before God, God has promised from the word of God that I will give you a new heart. Hallelujah. If you surrender before God, He is ready to give you that new heart that is willing to surrender before Him, that is willing to receive the spiritual gifts from Him. Hallelujah. And how many of you are ready to surrender and ask for this new heart? അവൻ പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. I will pour out a new spirit in your life. കണ്ടോ, നമ്മൾ ചികിത്സിച്ച് സൗഖ്യമാക്കാൻ ദൈവം ഇന്ന് പകൽക്കാലം തയ്യാറാണെന്ന്. God is ready to heal you completely. അവൻ മനസ്സ് ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ, താല്പര്യം ഇന്ന് പകൽക്കാലം ഉണ്ടെങ്കിൽ, ഇന്നലത്തെ പരാജയത്തെ മറക്ക്, ഇന്നലെ വന്നുപോയ വീഴ്ചകളെ മറക്ക്. ഇന്ന് പകൽക്കാലം കർത്താവേ, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ് എന്റെ ജഡത്തിൽ നിന്ന് കല്ലായത് മാറ്റി മാംസളമായുള്ള ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്ത ഒരു നല്ല ഹൃദയം എനിക്ക് നൽകി തരണമേ. If you're ready to have your spiritual life revived today, please say to God, God, please give me a new heart. Please give me a new spirit so that I can be closer to you. God, let us surrender before God. Let us pray to God that God, I do not want that old spirit, old heart in me. God, please renew my heart and give me a new spirit so that I can come to the fullness in my spiritual life according to your wishes. ഒരു ദിവസം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഈ വിഷയം കൂടെ പ്രാർത്ഥിച്ച് എൻ്റെ ആത്മമണ്ഡലത്തിൽ ഒരു റിപ്പയർ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന, തകർന്ന് കിടക്കുന്ന എല്ലാ മേഖലകളും കർത്താവേ നന്നായി പണിയണമെന്ന ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്, വചനമാണ് ഇവിടെ വെളിപ്പെടുന്നത്, ദൈവത്തിൻ്റെ ആത്മാവാണ് പണിയുന്നത്. ആഗ്രഹിക്കുന്നവർ മാത്രം പറഞ്ഞ് കർത്താവേ, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ആത്മാവ് എനിക്കിന്ന് പകൽക്കാലം വേണം. ഞാൻ ഈ ആലയത്തിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ കർത്താവ് പണിയപ്പെടേണ്ട മേഖലകളുണ്ട്, അവൻ മാനസാന്തരപ്പെടേണ്ട മേഖലകളുണ്ട്. പരിശുദ്ധാത്മാവേ, എനിക്ക് സ്വയം പറ്റുന്നില്ല, എന്നാൽ എന്നെ ഒന്ന് പണിയണമേ. All those who have that desire to revive your spiritual life, please close your eyes and pray now. Pray now in the name of Jesus. God, I have this desire. I have this desire to be fruitful for you, to be revived. I have this desire to be intimate to you, to have the gifts of Holy Spirit. God, I have this desire, but I am helpless. I am helpless to get rid of certain things in my life. I am helpless. I cannot get rid of certain things in my life. I cannot walk away from certain things. God, please help me. I surrender before you. I leave myself before you. Give me your spirit. ഒരു പുതിയ ആത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവ് പകരുവാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്നെ അതിനായി കേൾപ്പിക്കുകയാണ്. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവാത്മാവിനെ കീഴടങ്ങുന്ന ഒരു നല്ല ഹൃദയം. Pray that God will pour out a new spirit today in your life. God, pour out a new spirit into my life. Lord, I am willing today. Lord, here I am surrendering. Please pour out your new spirit into my heart. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരു നല്ല ആത്മാവിനെ പകരട്ടെ. എല്ലാ ദുരാത്മ ശക്തികളെയും ശാസിച്ചിട്ട് ദൈവാത്മാവാനത് പുറത്തു കൊണ്ടുവരട്ടെ. Oh, let the brokenness be removed. Hallelujah. 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 ഈ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ വിചാരിക്കുക തട്ടിക്കളയുമെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു പേടിയുണ്ട്, ദൈവമേ ഇനി എന്നെ അങ്ങനെ തട്ടി, അങ്ങനെയാണ് എപ്പോഴും തട്ടിക്കള ഇത്രയും കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? അവർ തട്ടിക്കളയല്ല, ദൈവം ആ സ്ഥാനത്ത് എന്ത് ചെയ്യും? ശൗലിനെ തട്ടിക്കളഞ്ഞോ? പുള്ളി അവിടെ ആരായിട്ടാണ് നിന്നത്? രാജാവായിട്ടാണ്. പക്ഷെങ്കിൽ ആരായിരുന്നു രാജാവ് എന്ന് പറയുന്നതുപോലെ ദൈവ സന്നിധിയിൽ നിന്ന് ദൈവം ചെയ്യും. ദൈവം ആഗ്രഹിച്ചത് ദൈവം എടുത്ത് മാറ്റും. നീ നല്ലതായിട്ട് ജീവിക്കും, നല്ല ഭക്ഷണം, നല്ല അവൻ ചിലപ്പോൾ ഒരു വർഷമെങ്കിൽ മാറ്റി കഴിയുമ്പോഴായിരിക്കും ഇച്ചിരി കൂടെ എന്ത് ചെയ്യുന്നത്, പ്രൊമോഷനൊക്കെ കിട്ടുന്നത്, സ്വന്തം ഉയർച്ചയൊക്കെ കിട്ടും. പക്ഷെ അതിൻ്റെ അർത്ഥം ഹല്ലേലൂയ, അതൊക്കെ ലോകപ്രകാരം ദൈവത്തിനൊരു സ്നേഹമാണ്. നമ്മൾ കുരുത്തക്കേട് കാണിച്ചാലും നന്മയൊന്നും അടയ്ക്കത്തില്ല. അത് ദൈവം തന്നതാ, ഗിഫ്റ്റായിട്ട് തന്നത്. അതുകൊണ്ട് അതനുസരിച്ച് വിചാരിക്കൽ ദൈവം എൻ്റെ കൂടാണെന്ന്. ദൈവം ആഗ്രഹിക്കുന്ന പൊസിഷനിൽ നിന്ന് ദൈവം റീപ്ലേസ് ചെയ്തിട്ട് അടുത്തയാളെ എഴുന്നേൽപ്പിക്കും. അത് വരുന്നതിന് മുൻപ് ശരിക്കും മാനസാന്തരപ്പെട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറയാം, വേണ്ടി വന്നാൽ എന്തോ ചെയ്യും.
വേണ്ടി വന്നാൽ എന്തോ ചെയ്യും? വെട്ടിക്കളയും? ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. വേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് വളരെ ഭയത്തോടെ, വളരെ ദൈവകൃപയോടെ മാക്സിമം ചാൻസ് ദൈവം തരും. അത് എൻ്റെ ഗുണീകരണത്തിനാണ് മനസ്സിലാക്കി നാം മടങ്ങി വന്നാൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൽ സന്തോഷിപ്പാനിടയായിത്തീരും. When we say God will replace, it doesn't mean that He will replace you, your life. That's not what we meant. When God says He will replace, that He will replace you from the position that God has given. What happened to Saul, we can see that he was replaced. And David was put as a king. So from the responsibilities that God has given, Amen. from the spiritual fullness that God has given, He will replace you from there. Many a times some people will see more blessings come into their life when they are being taken out from those positions. That is not the right blessing. That is not. Our God has a peculiar behavior. He blesses us even when we sin, even when we walk away from Him. He blesses us. That is out of His kindness, out of His mercy. We should not take it for granted, and we should surrender before God and say that before we are being replaced, before the work that God has determined me to do is being replaced by someone else, we should surrender before God, repent, and pray to God to rebuild me. ആമേൻ. സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ തിരുമശി ശുശ്രൂഷയിലൂടെ പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ റിപ്പയർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പണിയുവാനായിട്ട് ഇടയായിത്തീരും. As we are going to take part in the table as well, so I would like to emphasize that God repairs our body also. ആമേൻ. ഞാൻ ഇന്നലെ പകലാണെന്ന് ഓർപ്പിച്ചത്. ആമേൻ. സ്തോത്രം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. Yesterday morning I reminded you from the word of God that our body is a temple of God. ഓർക്കുന്നുണ്ട്? കുറച്ചു പേരെ ഉള്ളായിരുന്നു. സ്തോത്രം. നമ്മുടെ ശരീരം എന്താണ്? Our body is temple of God. ഒന്ന് കൈ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. Put your hands on your body and say that my body is a temple of God. Praise the Lord. Hallelujah. ആമേൻ. അപ്പോൾ ശ്രദ്ധിച്ച്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് ഓർപ്പിക്കാം. ആമേൻ. ദൈവം വസിക്കാൻ, ആമേൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കാൻ മോശയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു, എനിക്കൊരു ടാബർനാക്കിൾ, ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. At the time of Moses, God said, prepare a tabernacle so that I can come and reside among you. ആമേൻ. സ്തോത്രം. ഏതാണ്ട് ആമേൻ. സ്തോത്രം. 10 മില്യൺ $US ആയെന്നാണ് ഞാൻ കണ്ടെത്തിയ ഒരു കണക്ക്. ഏകദേശം ലേബർ കോസ്റ്റ് ഇല്ലാതെ ആ ടാബർനക്കിൾ, അതിൻ്റെ അകത്തുള്ള സ്വർണം, സ്വർണം, യാഗപീഠം, നിലവിളക്ക്, താമ്രത്തൊട്ടി എന്ന് വേണ്ടി ഇതിനെല്ലാം കൂടെ പണിത് ഒരുക്കാനായിട്ട് ഏതാണ്ട് ഇപ്പോഴത്തെ വാല്യൂ വെച്ച് എത്ര മില്യൺ ഉണ്ട്? സ്തോത്രം. 10 മില്യൺ, അത് കൂടുതലേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അത്രയും വില കൊടുത്താണ് അതെന്ത് ചെയ്തത്? With the current evaluation, it is estimated that the tabernacle would have costed almost $10 million. ആമേൻ. സ്തോത്രം. അതും ആമേൻ. ദൈവം വസിക്കും, ദൈവ സാന്നിധ്യം വരും, തേജസ് പൊങ്ങുമ്പോൾ പോകും, നിൽക്കുമ്പോൾ ഇരിക്കും. അങ്ങനത്തെ ഒരു എങ്കിലും അത് ജനത്തിനെല്ലാം അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടില്ല. Even though that much was spent on the tabernacle, the presence of God was on and off, and not just that, all people were not able to feel that presence of God. ശലോമോന്റെ വലിയ ആഗ്രഹമായിരുന്നു, ദൈവത്തിന് എന്ത് ചെയ്യണം? ഒരാലയം പണിയണം. ശലോമോന് മനോഹരമായ ഒരാലയം അവൻ്റെ പണി കണ്ടിട്ട് നാട്ടുകാരും വീട്ടുകാരും ദേശക്കാരും മുഴുവൻ കിടന്നു വന്നു. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയുന്നത് $300 ബില്യൺ ചെലവാക്കിയാണ്. അത്രയും മനോഹരമായിട്ടാണ് ആ ആലയം പണിതത്. Saul built the temple of God, and people from the whole world came to see this wonder, such a beautiful temple, and the estimate says that almost $300 billion was spent on it. എന്തിനു വേണ്ടിയായിരുന്നു? For what? ദൈവ സാന്നിധ്യം വസിക്കേണ്ടത്. For the presence of God to reside. Praise the Lord. ഇനിയും ആ വചനം വായിക്കുമ്പോഴാണ് നമുക്കുള്ള മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. Now when you read that verse, we will see how much
precious, valuable we വെറും are. പൊടിയിൽ നമ്മളെ എടുത്ത് ഒരു യോഗ്യതയില്ലാത്ത ഒരു വിലയുമില്ലാത്ത ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലെ കുമളകളെ പോലെ അത്രയ്ക്കും 4 വിരൽ നീളം മാത്രമുള്ള എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തിട്ട് കർത്താവ് എന്താക്കി മാറ്റി. 300 മില്യൺ ഇല്ല, 10 മില്യൺ ഇല്ല, 1 രൂപ ചെലവാക്കാതെ യേശുവിന്റെ രക്തത്തിന്റെ വിലയാൽ നമ്മളെ വീടെടുത്ത ഒറ്റ കേറവ് ആ സാന്നിധ്യം നമ്മുടെ അകത്ത് വസിക്കുകയാണ്. God took us from the dust and He formed us, and we are those flowers that fade away. We are those bubbles in the water with such a limited lifespan, with such a limited value, without any value. God has put His presence within us. God has put this presence within you and me, who do not deserve any of those. ഞാൻ പറഞ്ഞ ആശയം എത്ര അവർക്ക് പിടികിട്ടുന്നുണ്ട്? അപ്പൊ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ. ആ താമര തൊട്ടിയേക്കാൾ, നിലവിളനേക്കാൾ, അവിടെ പൊന്നിരിക്കുന്ന സകല തങ്കത്തേക്കാൾ, പൊന്നിനേക്കാൾ വിലയുള്ളതൊന്ന് യേശുവിന്റെ നിർദോഷ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. ഹല്ലേലൂയ. ശലോമോൻ പണിത ദേവാലയത്തേക്കാൾ, മോശ പണിത സമാഗമന കൂടാരത്തേക്കാൾ വിലയുള്ളതാണ് യേശുവിന്റെ രക്തം എന്നുള്ളത് ദൈവമക്കൾ മറന്നു പോകരുത്. Above all those things in the tabernacle that Solomon built, all those precious things, all those investments, 300 billion, beyond all those things, God considers the blood of Jesus that is shed for you is precious than all those things, and He has shed that blood for you and me so that He can reside within you. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന ഒറ്റ കേറോഫിൽ വചനം പറയും, നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരമായി മാറുകയാണ്. Just because the Spirit of God is residing within you, just because of that, the Word of God says that you are the temple of God. പലപ്പോഴും നമ്മുടെ വാല്യൂ നമുക്ക് മനസ്സിലായിട്ടില്ല. Many a times we do not realize how valuable we are. അതുകൊണ്ടാണ് നിങ്ങൾ ലോകക്കാരെ പോലെ ആകരുതെന്ന് പറയുന്നത്. That is why it is said that you should not become like the world. ഇത് വിശുദ്ധമാണ്. This is holy. നാം വേർതിരിക്കപ്പെട്ടവരാണ്. We are a separated നാം generation. വിലയുള്ളവരാണ്. We are precious. അവൻ ലോകവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ലെന്നേ. We have nothing to do with this world. അവൻ നിന്നെ നോക്കുമ്പോൾ, നിന്നെ കാണുമ്പോൾ ദേശം പറയണം, കൂട്ടുകാരെ പറയണം, നാട്ടുകാരെ പറയണം, ഇത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം. When people look at you, when your friends look at you, they should be able to say that you are nothing else other than the temple of God. ഹല്ലേലൂയ. നീ വിലയുള്ളവനാണ്, നീ വിലയുള്ളവനാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്തുണ്ടെങ്കിൽ ഈ ഉലകത്തിലുള്ള സകലത്തിനേക്കാൾ വിലയുള്ള വ്യക്തി തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്. You are precious, you are worthy, you are precious in the sight of God. If the Spirit of God is within you, if the Spirit of God is residing in you, you who is saved by the blood of Jesus is precious than anything else in this world. ആ ശരീരത്തിന് കേട് വരുത്താൻ ആര് ശ്രമിച്ചാലും എന്റെ കർത്താവ് ഇടപെടും കേട്ടോ. Do not allow this body to be broken. If you allow that, if you tend to bring brokenness or damage to this body, God will not allow that. അതൊരു വേറൊരു വിഷയമാണ്. That's another matter altogether. നമുക്ക് മറ്റൊരു ഭാഗത്ത് അത് ആഴമായി ധ്യാനിക്കേണ്ട വിഷയമുണ്ട്. We'll meditate on it at a later point of time. ഇത് പകൽക്കാലം ഗ്യാരണ്ടി നമ്മുടെ കയ്യിലുണ്ട്. Today we have a guarantee. ശരീരത്തിന് എവിടെയെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞ്, നീ അധൈര്യപ്പെട്ടു പോകരുത്. നന്നായി പണിതെടുക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം പകൽക്കാലമുണ്ട്. വിശ്വസിക്കുന്ന നീ അക്നോളജ് ചെയ്യണം, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്, ഞാൻ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ കയറി വരുന്ന സകലത്തെയും എന്റെ കർത്താവ് കൈകാര്യം ചെയ്യും. If there is brokenness in your life, if there is brokenness in your body, damage in your body, please do not be discouraged. Declare in the name of Jesus that I am a child of God, I am a temple of God, and the Spirit of God is residing within me, and God will not allow anything to damage your body. അതുകൊണ്ട് രോഗമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ തന്നെ കൈ വെച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചു നോക്കണം. കർത്താവേ, നാമത്തിൽ ഇന്ന് രാവിലെ നമ്മൾ കേട്ടതുപോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വേദനയെ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സൗഖ്യം ഡിക്ലെയർ ചെയ്യുന്നപ്പാ, ഞാൻ ആരാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്, ഞാൻ വിശുദ്ധനാണ്, എന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മ വസിക്കുന്നുണ്ട്, ഞാൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് എന്റെ അവകാശമാണ്. ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് നൽകി തന്ന ഗ്യാരണ്ടി കാർഡ് മുഴുവൻ അങ്ങോട്ട് കൊടുക്കണം. So when you have problems in your body, when you have sickness in your body, keep your hands over your body
and pray and declare healing in the name of Jesus, because you are the temple of God. Declare that I am the temple of God, and exercise that authority and declare healing over your body. വിശ്വസിക്കാമോ? How many of you believe this? അവൻ ദൈവസഭ ഒരുമിച്ച് പറയാമെങ്കിൽ സംഭവിക്കുമെന്ന്. If the church say in one accord, it will happen. ഒരു 3-4 ഗ്യാരണ്ടി കാർഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് പറയുന്നു, ഞാൻ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു 2-3 ഗ്യാരണ്ടി കാർഡ് ഒന്ന് ഉറക്കെ പറഞ്ഞ്. Say some of the guarantee cards by yourself. ശരീരത്തിന് ശത്രു തകർക്കുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയ 3-4 ഒന്ന് പറ, ഉറക്കെ പറഞ്ഞ്. ആമീനല്ല പറയാൻ പറഞ്ഞ, വചനം പറ. Say some of the word of God that we can declare when we have sickness on our body. ആലോചിച്ചോണ്ടിരിക്കുക എന്താ പറയണത്, ഉറക്കെ പറ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന, I am the one that healeth thee. അവൻ ഞാൻ നിന്നെ കിടക്ക മാറ്റി വിരിക്കും. നമുക്ക് ലഭിച്ച അവൻ ഉറപ്പാണ്. അവന്റെ അടിപ്പിടലുകൾ ആ സൗഖ്യം വന്നിരിക്കുന്നു. ഇത് നമുക്ക് ലഭിച്ച ഗ്യാരണ്ടിയാണ്. അവൻ രോഗാത്മാവിനെ സൗഖ്യമാക്കാൻ ദൈവത്തിന് അധികാരമുണ്ടെന്ന്. ഇന്ന് പകരക്കാലം മൗനമായിട്ടിരിക്കാതെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ നീ ആരാന്ന് മനസ്സിലാക്കി ദൈവം നൽകി തന്ന ആ പ്രോമിസസിന് നീ ധൈര്യത്തോടെ പറഞ്ഞ് അതിന് ജയമെടുക്കണം. ദൈവം നമ്മളെ പണിതെടുക്കുവാനായിട്ട് ഇടയായി തീരും. Today, rather than being discouraged when you have sickness, when you have problems, declare the word of God. Say that I am healed by his stripes. Declare the word of God. God has the authority to heal your sicknesses. Declare it in your life and receive the healing. Praise the Lord.